കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാടിൽ ഷോക്കേറ്റ് സ്ത്രീ മരിച്ചു. ഹിബ മൻസിലിൽ ഫാത്തിമയാണ് മരിച്ചത്. ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി ലൈൻ നിലത്ത് പതിച്ചിരുന്നു. മരം വീണത് നോക്കാനായി പോയപ്പോഴാണ് അപകടമുണ്ടായത്. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏറെ ദാരുണമായൊരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. കുറവങ്ങാട് ജുമാ മസ്ജിദിന് സമീപമാണ് സംഭവം ഉണ്ടായത്. ഉച്ചതിരിഞ്ഞ് വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതോടൊപ്പം കാറ്റടിക്കുകയും ചെയ്തിരുന്നു. ഈ കാറ്റിൽ ഒരു മരം കടപുഴകി വീഴുകയുണ്ടായി. ഈ മരം കടപുഴകി വീഴുന്ന ശബ്ദം കേട്ടാണ് ഫാത്തിമ, 65 വയസ്സുള്ള ഫാത്തിമ ഈ സ്ഥലത്തേക്ക് പോവുകയും അറിയാതെ തന്നെ ഈ മരം മാറ്റാനുള്ള ഒരു ശ്രമം, ചെറിയ തരത്തിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ മരം മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത് ഇതിനിടയിലാണ് ഷോക്കേറ്റത്. ഈ വൈദ്യുതി ലൈനിലേക്കാണ് ഈ മരം കടപുഴകി വീണത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വന്നതാണ് ഇത്തരം ദാരുണമായ സംഭവത്തിന് ഇടയാക്കിയതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അപകടം ഉണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ കൊയിലാണ്ടിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഫാത്തിമയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയുമായിരുന്നു. ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് KCB അധികൃതർ മെയിൻ ലൈൻ ഓഫ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഈ മഴ സമയത്ത് മരം കടപുഴകി ലൈനിലേക്ക് വീഴുകയും ഇതറിയാതെ ഈ മരം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്താണ് അപകടത്തിന് കാരണമാക്കിയത്. തീർച്ചയായും കോഴിക്കോട് നിന്ന് എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. സ്വയം ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. കാരണം വലിയ മഴക്കാലം, ഈ മഴയത്ത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ജാഗ്രത പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം വലിയ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കാരണം. തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരന് ദാരുണാന്ത്യം. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ പുലർച്ചെയായിരുന്നു അപകടം. മരം മുറിച്ചു നീക്കണമെന്ന് KCBയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നതായും കാലപ്പഴക്കം ചെന്ന പോസ്റ്റാണ് ഒടിഞ്ഞു വീണതെന്നും പനവൂർ പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു. എന്നാൽ പോസ്റ്റിന് ബലക്ഷയമില്ലെന്നും സ്റ്റേ കമ്പി മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നുവെന്നുമാണ് KCB ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം. കൊല്ലം തേവലക്കരയിൽ മിഥുൻ എന്ന 13 വയസ്സുകാരന്റെ ദാരുണമായ മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരാകും മുമ്പാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തും സമാനമായ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്ത് പനവൂർ എന്ന സ്ഥലത്താണ് വൈദ്യുതി കമ്പി ഒരു ബൈക്കിന് മുകളിലേക്ക് പൊട്ടിവീണ് 3 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ഒരു ബൈക്കിന് മുകളിലേക്ക് പൊട്ടിവീണ് അതിൽ ബൈക്ക് ഓടിച്ചിരുന്ന 19 വയസ്സുകാരനായി അക്ഷയ് എന്നയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് രാത്രി ഏതാണ്ട് 12:15 കേറ്ററിംഗ് ജോലി ചെയ്യുകയായിരുന്ന സുഹൃത്തുക്കളുമൊത്ത് ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങും വഴി ഈ മസ്ജിദിന് അടുത്ത് എത്തിയപ്പോൾ ഇതിന് തൊട്ട് സമീപത്തുള്ള ഒരു റബ്ബർ മരത്തിന്റെ കമ്പ്, ഉണങ്ങിയ ചില്ല, അത് ഒടിഞ്ഞ് ഈ പോസ്റ്റിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. തുടർന്ന് ഈ ബലക്ഷയമുണ്ടായിരുന്ന പോസ്റ്റ് അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന മറ്റ് സപ്പോർട്ടുകളൊന്നുമില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് ഈ മരച്ചില്ലകളോടൊപ്പം ഒടിഞ്ഞ് താഴേക്ക് പതിക്കുകയും അതിനിടയിൽ ഈ ബൈക്കിന് മുകളിലേക്ക് അത് വന്ന് വീഴുകയുമാണ് ചെയ്തത്. ഈ ലൈൻ കമ്പി ശരീരത്തിൽ കുരുങ്ങിയാണ് ഈ അക്ഷയ് എന്ന 19 വയസ്സുകാരന് ദാരുണമായ മരണം സംഭവിച്ചത്. പക്ഷേ വളരെ അത്ഭുതകരമായാണ് ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് ഓടി, അതായത് ഈ ബൈക്ക് ഈ മരച്ചില്ല വീഴുന്നത് കണ്ടവർ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു. അങ്ങനെയാണ് അവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഈ വലിയ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത്. പക്ഷേ ഈ മരച്ചില്ലകൾക്ക് അടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അക്ഷയ്. പിന്നീട് സമീപത്തുണ്ടായിരുന്ന 2 ആളുകൾ അവരുടെ ഷർട്ട് ഊരി വലിച്ച് കെട്ടിയാണ് ഇവരെ രണ്ടുപേരെയും ഈ വൈദ്യുതി പ്രവഹിച്ചിരുന്ന ഈ കമ്പികൾക്കിടയിൽ നിന്ന് ഈ അക്ഷയെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റിയത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റിൽ തന്നെ ഇതിന്റെ ഈ താങ്ങി നിർത്താനുള്ള ഒരു വയർ അത് കെട്ടിയിട്ടുണ്ടായിരുന്നു, ലൈൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റേ വയർ എന്നാണ് അത് നമ്മൾ സാധാരണയായി പറയുന്നത്. ആ സ്റ്റേ വയർ ഇതിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോസ്റ്റിൽ ആരോ ചുറ്റിവെച്ച നിലയിലായിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചതെന്ന കാര്യത്തിലടക്കം വിശദമായ പരിശോധനകൾ നടക്കുമെന്നാണ് ചീഫ് എഞ്ചിനീയർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ ഈ പോസ്റ്റിൽ അതിനകത്തുണ്ടായിരുന്ന സ്റ്റേ കട്ട് ചെയ്ത് അതിൽ ചുറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നുള്ളതാണെന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ
സ്റ്റേ ഉണ്ടായിരുന്നു ആ പോസ്റ്റിന്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അതിനകത്ത് ഇത് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണത് മുറിച്ചു കളഞ്ഞതെന്നും ആരെങ്കിലും അത് ബോധപൂർവം ചെയ്തതാണെന്നുള്ളതൊന്നും അന്വേഷിക്കേണ്ടിയിരിക്കും. ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയെ സംബന്ധിച്ച് പലതവണ നമ്മൾ KSCBക്ക് നമ്മളെ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇതുപോലെ അപകടാവസ്ഥ നിൽക്കുന്ന മരങ്ങൾ ഇനിയും ആ ഭാഗത്ത് നമ്മുടെ അടുത്ത് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. കാര്യം അതിപ്പോ ഇത് നമ്മൾ രേഖാമൂലം അറിയിപ്പ് കൊടുത്തിട്ടും മുറിച്ചു മാറ്റാത്ത ഇതിന്റെ ഉടമസ്ഥ തന്നെ ഉണ്ട്. സമീപത്തുള്ള പോസ്റ്റുകൾ, ഇതിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പോസ്റ്റിലും ഇങ്ങനെ സ്റ്റേ വയറുകൾ ഇല്ലാതെയാണ് ആ പോസ്റ്റ് അവിടെ നിൽക്കുന്നത്. ഈ റബ്ബർ മരത്തിന്റെ ചില്ലയാണ് ഒടിഞ്ഞ് താഴേക്ക് പതിച്ചത്. എന്തായാലും ഒരു 19 വയസ്സുകാരന് ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനിടയിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അതിദാരുണമായി ജീവൻ നഷ്ടമായിരിക്കുന്നു. മറ്റ് 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. എന്തായാലും KSCB ഉൾപ്പെടെ പരിശോധന പുരോഗമിക്കുകയാണ്.